ഇന്ന് നമുക്ക് ഈസി പാലപ്പം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഞാനിവിടെ 2 ഗ്ലാസ് പച്ചരി ഒരു 2 തൊട്ട് 3 മണിക്കൂറിനുള്ളിൽ കുതിർത്ത് വെച്ചത് അരിച്ചെടുത്തതാണ്. നന്നായിട്ട് കഴുകിയിട്ട് വേണം കുതിർത്ത് വയ്ക്കാൻ. അപ്പോൾ ഇത് 2 കപ്പുണ്ട്. 2 ഗ്ലാസ് പച്ചരിക്ക് 2 ഗ്ലാസ് ചോറ്, കുത്തരി ആയാലും ഏത് ചോറായാലും മതി. 2 ടേബിൾ സ്പൂൺ പഞ്ചസാര, 1 ടേബിൾ സ്പൂൺ ഈസ്റ്റ്. ഇത് ഇത്രയും മതി. തേങ്ങയുടെ ആവശ്യമില്ല. ഞാൻ ഈ ഈസ്റ്റാണ് ഉപയോഗിക്കുന്നത്. നല്ല ഈസ്റ്റ് ആയിരിക്കണം, കാരണം 1 മണിക്കൂർ കൊണ്ട് അരച്ച് വെച്ചാൽ ഈ അപ്പം പൊങ്ങി വരണം. അപ്പം അല്ലെങ്കിൽ ചെയ്യാവുന്നത് ഇങ്ങനെ ഒരു പിടി അരിയാണ് നമ്മൾ മിക്സിയിലോട്ട് ഇടുന്നതെങ്കിൽ അതേ ഒരു പിടി ചോറ്, അതാണ് അതിൻ്റെ കണക്ക്. ഒരുപാട് ചോറ് കൂടിപ്പോരുത്, അപ്പം ഭയങ്കര സോഫ്റ്റായി പോവും. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്യേണ്ടത്, ഞാനിപ്പോൾ ഇതെല്ലാം കൂടെ ഒരുമിച്ചാക്കാൻ പോവാണ്. അതായത് ഈ അരിയും ഈ ചോറും പഞ്ചസാരയും ഈസ്റ്റും ഒരുമിച്ചെടുക്കാം. അപ്പം ഇതെല്ലാം കൂടെ ഇങ്ങോട്ട് ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് മിക്സിയിൽ അരച്ച് 1 മണിക്കൂർ അടച്ച് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അരച്ചെടുക്കട്ടെ, അരച്ചിട്ട് കാണിക്കാം. ആദ്യത്തെ ട്രിപ്പ് ഞാൻ അരച്ച് കഴിഞ്ഞു. ഇതുപോലെ നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണേ, കണ്ടോ. ഇനി അടുത്ത ട്രിപ്പും കൂടെ ഇതേപോലെ അരച്ചെടുത്ത ശേഷം കാണിക്കാം. രണ്ടാമത്തെ ട്രിപ്പും അരച്ചു. ഇങ്ങനെ നമ്മുടെ അരി മുഴുവനും നമ്മൾ അരച്ചെടുത്ത്, ഇപ്പം തന്നെ നിങ്ങളൊന്ന് സൂക്ഷിച്ച് നോക്കിക്കോ, അതിൻ്റെ അകത്ത് ബബിൾസ് കാണാം നമുക്ക്. അത് ഫെർമെൻറ്റേഷൻ ഇപ്പം തന്നെ ചെറുതായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, കണ്ടോ. ഈ ലൈറ്റിൻ്റെ ഒരു പ്രശ്നമുണ്ട്, എങ്കിലും നോക്കിയാൽ കാണാം. ഇനി 1 മണിക്കൂർ കഴിഞ്ഞു. മാവ് നോക്കിക്കേ, നന്നായിട്ട് പൊങ്ങി വന്നു. ഇനി ഇത് ഇളക്കിയിട്ട് ഉപ്പിട്ട് കൊടുക്കണം. നമ്മൾ ഇതുവരെ ഉപ്പിട്ടിട്ടില്ലായിരുന്നു. ഉപ്പിട്ടിട്ട് ഒരു 5 മിനിറ്റും കൂടെ അടച്ചു വയ്ക്കണം. അത്രയും ചെയ്താൽ മതി. 5 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് അപ്പം ഉണ്ടാക്കാം. നമ്മുടെ ആവശ്യത്തിൽ ഇപ്പോൾ ഇത്തിരി കുറുകിയായിരിക്കുന്നത്, ഇത്തിരി വെള്ളം ഒഴിച്ച്, തിളപ്പിച്ചാറിയ വെള്ളം ഒഴിച്ച് ഇതേപോലെ അപ്പച്ചട്ടിയിൽ നമുക്കുണ്ടാക്കാം. ദോശക്കല്ലിലും നമുക്കുണ്ടാക്കിയെടുക്കാം. ഇപ്പം നോക്കിക്കോണേ, നല്ല പോലെ പൊങ്ങി വന്ന്, കണ്ടോ. നിറയെ കുമളകൾ വന്ന് ആ ഹോളെല്ലാം വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് അപ്പമാണ്. ഇതേപോലെ തന്നെ നമുക്ക് ഫുള്ളുണ്ടാക്കാം. പിന്നെ നമുക്ക് ദോശക്കല്ലിൽ വേണമെങ്കിൽ ദോശക്കല്ലിൽ ഇതേപോലെ ഉണ്ടാക്കിയെടുക്കാം. കണ്ടോ, നല്ല സോഫ്റ്റായിട്ട് വരും. നമ്മുടെ ഈസ്റ്റ് മാത്രം നല്ല ഈസ്റ്റ് ആയിരിക്കണം. അരിയുടെയും ക്വാളിറ്റി നോക്കണം, നല്ല ക്വാളിറ്റി ആയിരിക്കണം. എല്ലാവരും ട്രൈ ചെയ്യണേ.